യെസ്, ഓർഗാനിക് കെമിസ്ട്രിയിലെ സെക്കൻഡ് ഇയറിൻ്റെ മൂന്നാമത് ചാപ്റ്റർ ആൽഡിഹൈഡ്സ്, കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ്സ്. ഹെഡിങ് എഴുതിയേ, ആൽഡിഹൈഡ്സ്, കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ്. ആൽഡിഹൈഡ്സ്, കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ്സ് എഴുതിയില്ലേ? കാർബോക്സിലിക് ആസിഡ്സ്. ആദ്യം ഏത് ആൽഡിഹൈഡ് കീറ്റോണിൻ്റെ നോമൻക്ലേച്ചറാണ്. നോമൻക്ലേച്ചർ നമുക്കറിയാം, CHO ഗ്രൂപ്പിൻ്റെത് ആളല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കുക. യെസ്, ഇപ്പോൾ CH3CHO എന്താ കോമ്പൗണ്ട് പേര്? 1 2 എത്തനാളല്ലേ? എത്തനാൾ. CH3CH2CHO ആണെങ്കിലോ വേഗം പറയും. എത്തനാളിൻ്റെ കോമൺ നെയിം അസറ്റാൽഡിഹൈഡ്. എത്തനാളിൻ്റെ കോമൺ നെയിം എന്താ? അസറ്റാൽഡിഹൈഡ്. ഇത് പ്രൊപ്പനാൽ. പ്രൊപ്പനാളിൻ്റെ കോമൺ നെയിം ഉണ്ട് പ്രൊപ്പിയോണാൽഡിഹൈഡ്. പ്രൊപ്പിയോണാൽഡിഹൈഡ് എന്ന് പറയും. അടുത്ത് ഇനി നിങ്ങൾക്കറിയാലോ, CH3CH പിന്നെ CH3 ദെൻ CHCHO C3 ഇങ്ങനെ വന്നാലോ? CHO അല്ലേ മെയിൻ. അപ്പോൾ ഇത് 1, ഇത് 2, 3, 4 പറഞ്ഞേ. 2,3 ഡൈമീഥൈൽ ബ്യൂട്ടനാൽ. എന്താ പേര്? 2,3 ഡൈമീഥൈൽ ബ്യൂട്ടനാൽ എഴുതിയില്ലേ? 2,3 ഡൈമീഥൈൽ ബ്യൂട്ടനാൽ. ഇനി CH2 ഡബിൾ ബോണ്ട് CH, സിംഗിൾ ബോണ്ട് CH2, സിംഗിൾ ബോണ്ട് CH, CH3 ദെൻ CH3 ദെൻ CHO എഴുതിയേ. CH2 ഡബിൾ ബോണ്ട് CH, സിംഗിൾ ബോണ്ട് CH2, സിംഗിൾ ബോണ്ട് CH, സിംഗിൾ ബോണ്ട് CH3, സിംഗിൾ ബോണ്ട് CHO. ഇപ്പോൾ CHO അല്ലേ മെയിൻ. ഇപ്പോൾ 1 2 3 4 5 എന്താ പേര്? 2-methyl ബ്യൂട്ട് ഫോറീനാൾ. 1 ആൾ എഴുതുന്ന എഴുതാം, ഇല്ലെങ്കിൽ എഴുതണ്ട. ഫോറീനാൾ ആളല്ലേ CHO ഗ്രൂപ്പിൻ്റെ സഫിക്സ്. ഇപ്പോൾ 2-methyl ബ്യൂട്ട് ഫോറീനാൾ. ക്ലിയർ അല്ലേ? ഇനി അതേപോലെ തന്നെ യെസ്, അപ്പോൾ ആ തരത്തിൽ ഏത് ആൽഡിഹൈഡ്സ് വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റൂലേ? ഇനി നോക്കിയേ, ഇപ്പോൾ നോക്കിയേ, CH3CO, CH ഡബിൾ ബോണ്ട് CH ദെൻ CHO ഇതാണ് നിരിക്കുക. കീറ്റോൺ ഉണ്ട്, ആൽഡിഹൈഡ് ഉണ്ട്. ഏതാ മെയിൻ? ആൽഡിഹൈഡ്. അപ്പോൾ 1 2 3 4 5. CO-ൻ്റെ സഫിക്സ് പ്രിഫിക്സ് എന്താ? ഓക്സോ. 4 ഓക്സോ പെൻഡ്. 4 ഓക്സോ പെൻഡ് എന്താണ്? 4 ഓക്സോ കഴിഞ്ഞിട്ട് ഹൈഫം വേണ്ട, പെൻഡ്. പിന്നെ 3 ആൾ കിട്ടിയോ? 3 ആൾ. ഓക്കെ, ഇനി നോക്കിയേ അടുത്തത് CH2 ഡബിൾ ബോണ്ട് CHO കണ്ടോ? CH2 ഡബിൾ ബോണ്ട് CHO പറഞ്ഞേ. ഇത് 1 2 3 പറഞ്ഞേ. പ്രൊപ്പീനാൾ. അത് നമ്പറൊന്നും വേണ്ട, പ്രൊപ്പീനാൾ തന്നെയായി. ഡബിൾ ബോണ്ട് അപ്പുറത്തേക്ക് വരില്ല. പ്രൊപ്പീനാൾ. ഇതിന് നമ്മൾ പ്രൊപ്പീനാളിന് പ്രൊപ്പീനാൾ അല്ലേ എഴുതിയത്? പിന്നെ ഇതിൻ്റെ കോമൺ നെയിമാണ് അക്രോളീൻ കേട്ടോ? അത് നമ്മൾ എൻവയോൺമെൻറ്റൽ കെമിസ്ട്രിയിൽ ഈ അക്രോളീൻ എന്ന് പറഞ്ഞ കോമ്പൗണ്ട് കണ്ടിട്ടുണ്ട് കേട്ടോ? അക്രോളീൻ. ഓക്കെ, അതേപോലെ തന്നെ CH3CH ഡബിൾ ബോണ്ട് CHO എഴുതിയോ? CH3CH ഡബിൾ ബോണ്ട് CHO. ഇത് എന്താണ്? 1 2 3 4 എന്താണ്? ബ്യൂട്ട് ടൂയിനാൾ അല്ലേ? ഇതിൻ്റെ കോമൺ നെയിമാണ് ക്രോട്ടോണാൽഡിഹൈഡ്. CROTO NALDEHYDE ക്രോട്ടോണാൽഡിഹൈഡ്. ഓക്കെ, അതുപോലെ C6H5 CH ഡബിൾ ബോണ്ട് CHO ഇത് എഴുതുമ്പോൾ 1 2 3 4 1 2 3 അല്ലേ? അപ്പോൾ 3 ഫിനൈൽ പ്രൊപ്പീനാൾ. 3 ഫിനൈൽ പ്രൊപ്പീനാൾ എഴുതിയോ? 3 ഫിനൈൽ പ്രൊപ്പീനാൾ. അതായത് C6H5 CH ഡബിൾ ബോണ്ട് CHO 3 ഫിനൈൽ പ്രൊപ്പീനാൾ. ഇതിനെ നമ്മൾ കോമൺ നെയിമിന് സിനമാൽഡിഹൈഡ് വിളിക്കും. CINNAMALDEHYDE സിനമാൽഡിഹൈഡ്. ഓക്കെ, സിനമാൽഡിഹൈഡ് എന്ന് വിളിക്കും. ഓക്കെ, ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇനി ഏത് ആൽഡിഹൈഡ് വന്നാലും നെയിം ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി അതുപോലെ തന്നെ ബെൻസീൻ റിംഗ് CHO എന്നാ പേര്? ബെൻസാൽഡിഹൈഡ് അല്ലേ? ബെൻസാൽഡിഹൈഡ്. ഇതിൽ ഒരു OH ഗ്രൂപ്പ് ഓർത്തോ പൊസിഷനിൽ വന്നാലോ? ഓർത്തോ ഹൈഡ്രോക്സി ബെൻസാൽഡിഹൈഡ്. നേരത്തെ പഠിച്ചു നമ്മൾ, സാലിസിൽ ആൽഡിഹൈഡ് മറക്കരുത്. ഓർത്തോ ഹൈഡ്രോക്സി ബെൻസാൽഡിഹൈഡ് എന്ന് വിളിക്കുക, സാലിസിൽ ആൽഡിഹൈഡ്.
ഇനി ബെൻസീൻ റിങ് CHO, ഇവിടെ ഒരു OCH3, ഇവിടെ ഒരു OH, ഇങ്ങനെ വന്നിരിക്കുക. ഇത് 1, ഇത് 2, ഇത് 3, 4, 5, 6. എന്താ പേര്? ഹൈഡ്രോക്സി ഉണ്ട്, മിത്തോക്സി ഉണ്ട്. ഹൈഡ്രോക്സിൽ ആദ്യം 4 ഹൈഡ്രോക്സി 3 മിത്തോക്സി ബെൻസാൽഡിഹൈഡ്. 4 ഹൈഡ്രോക്സി 3 മിത്തോക്സി ബെൻസാൽഡിഹൈഡ്. എഴുതിയോ? 4 ഹൈഡ്രോക്സി 3 മിത്തോക്സി ബെൻസാൽഡിഹൈഡ്. ഇതാണ് നമ്മളെ വാനിലിൻ. അറിയില്ല, ഐസ്ക്രീമിൽ ആഡ് ചെയ്ത് വാനിലിൻ ഐസ്ക്രീം, അത് വാനിലിൻ. പേരെന്ന് പറഞ്ഞേ എന്താ? IUPAC വാനിലിൻ്റെ 4 ഹൈഡ്രോക്സി 3 മിത്തോക്സി ബെൻസാൽഡിഹൈഡ്. ഓക്കെ, 4 ഹൈഡ്രോക്സി 3 മിത്തോക്സി ബെൻസാൽഡിഹൈഡ്. ക്ലിയർ? ഓക്കെ. അപ്പോൾ അങ്ങനെ ഏത് ആൽഡിഹൈഡ് വന്നാലും ചെയ്യാൻ വേണ്ടി പറ്റും, ഇല്ലേ? ഓക്കെ. ഇനി കീറ്റോൺ ആണ് എങ്കിൽ എന്താ? CH3CO, CH3യുടെ പേര് ഇതല്ലേ? പ്രൊപ്പനോൺ അല്ലെങ്കിൽ അസറ്റോൺ എന്നല്ലേ? അതിൻ്റെ കോമൺ നെയിം എന്താണ്? അസറ്റോൺ. പ്രൊപ്പനോൺ അല്ലെങ്കിൽ കോമൺ നെയിം അസറ്റോൺ. കിട്ടിയോ? ഇനി നിങ്ങൾക്ക് ബാക്കിയുള്ള ഏത് കോമ്പൗണ്ട് വന്നാലും എഴുതാൻ പറ്റൂലേ? ഇപ്പോൾ CH3 ദെൻ CH, ഡബിൾ ബോണ്ട് CH, CO, CH3 എന്ന് എഴുതിയ വേഗം. CH3 CH, ഡബിൾ ബോണ്ട് CH കഴിഞ്ഞിട്ട് CO, CH3. അപ്പോൾ CO ഒക്കെ അല്ലേ മെയിൻ? അപ്പോൾ 1, ഇത് 2, 3, 4, 5, 6 പറഞ്ഞേ. എന്താ പേര്? 5,5 ഡൈമീഥൈൽ ഹെക്സ് ഡബിൾ ബോണ്ട് ഉണ്ടായതുകൊണ്ട് ഹെക്സ് ആവും. 3 in 2 on. കിട്ടിയോ? 5,5 ഡൈമീഥൈൽ ഹെക്സ് 3 in 2 on. ക്ലിയർ ആയില്ലേ? ഓക്കെ. കീറ്റോൺ ഏത് വന്നാലും ഇനി ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നത്. ഇനി ഒരു അറോമാറ്റിക് കീറ്റോൺ അല്ലേ? ബെൻസീൻ റിങ് CO, CH3. ഇതിന് നമ്മൾ വിളിക്കുക അസറ്റോഫീനോൺ എന്നാണ്. ബെൻസീൻ റിങ് CO, CH3യുടെ പേരാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ കോമ്പൗണ്ടാണ്, പഠിച്ചു വെക്കണം. ബെൻസീൻ റിങ് CO, CH3 അസറ്റോഫീനോൺ. ഫിനൈൽ മീഥൈൽ കീറ്റോൺ ആണ്, കേട്ടില്ലേ? ഇതിന് IUPACൽ വേണമെങ്കിൽ ഫിനൈൽ എത്തനോൺ, കാരണം 1, 2 കാർബണുകൾ ഈ ഒന്നിന് ഫിനൈൽ ഗ്രൂപ്പില്ലേ? ഫിനൈൽ എത്തനോൺ എന്ന് വിളിക്കും. IUPAC നെയിമിങ്ങിൽ ഫിനൈൽ എത്തനോൺ വിളിക്കും. പക്ഷേ അസറ്റോഫീനോൺ IUPAC അംഗീകരിച്ചിട്ടുണ്ട് കേട്ടോ. അസറ്റോഫീനോൺ. ക്ലിയർ ആയല്ലോ? യെസ്. ഇനി ഒന്ന് രണ്ട് കോമ്പൗണ്ട് ശ്രദ്ധിക്കുക. ഒരു സൈക്ലിക് റിങ്ങിൽ CH വന്നാൽ ഇതിനെ സൈക്ലോഹെക്സൈൻ കാർബാൽഡിഹൈഡ് വിളിക്കും. ഈ CHO ഗ്രൂപ്പ് സൈക്ലോഹെക്സൈൻ റിങ്ങിൽ വന്നാൽ അതിനെ കാർബാൽഡിഹൈഡ് എന്ന് വിളിക്കുക, കാരണം അതിന് നമ്പർ ഇടാൻ പറ്റില്ല. പക്ഷേ ഇവിടെ വേറൊരു ഗ്രൂപ്പ് മിത്തോക്സി വന്നിരിക്കുക, OCH3. അപ്പോൾ ഇവിടെ 1 നമ്പർ ഇടുക, 2, 3, 4, 5, 6. ഈ നമ്പറിങ്ങിൽ CHO ഇല്ലല്ലോ, CHO റിങ്ങിലല്ലേ. അപ്പോൾ അതുകൊണ്ട് അതിനാ കാർബാൽഡിഹൈഡ് വിളിക്കുന്നത്. സ്പെഷ്യൽ നെയിമാണ് കാർബാൽഡിഹൈഡ്. അപ്പോൾ ഇതിൻ്റെ പേരായിരിക്കും 3 മിത്തോക്സി സൈക്ലോഹെക്സൈൻ കാർബാൽഡിഹൈഡ്. സൈക്ലോഹെക്സൈൻ മുഴുവൻ എഴുതിക്കും കേട്ടോ. 3 മിത്തോക്സി സൈക്ലോഹെക്സൈൻ കാർബാൽഡിഹൈഡ്. ഓക്കെ, 3 മിത്തോക്സി സൈക്ലോഹെക്സൈൻ കാർബാൽഡിഹൈഡ്. ക്ലിയർ? 3 മിത്തോക്സി സൈക്ലോഹെക്സൈൻ കാർബാൽഡിഹൈഡ്. ക്ലിയർ ആയോ? 3 മിത്തോക്സി സൈക്ലോഹെക്സൈൻ കാർബാൽഡിഹൈഡ്. ഇനി 3 മിത്തോക്സി സൈക്ലോഹെക്സൈൻ കാർബാൽഡിഹൈഡ്. അടുത്തത് ഇപ്പോൾ ഐഡിയ ക്ലിയർ ആയല്ലോ. ഇനി ഇതാണെന്നിരിക്കുക, C ഡബിൾ ബോണ്ടോ ഇവിടെ OH ആണെന്നിരിക്കുക, കീറ്റോൺ അല്ലേ മെയിൻ. അപ്പോൾ ഇത് 1 കൊടുക്കുക, 2, 3 OH വരിക. 3, 2, 3, 4 ആവും. ഇങ്ങോട്ടാവും 4 ആവും. അപ്പോൾ എന്താ വരിക? 3 ഹൈഡ്രോക്സി സൈക്ലോപെൻറ്റനോൺ. 3 ഹൈഡ്രോക്സി സൈക്ലോപെൻറ്റനോൺ. കിട്ടിയോ? 3 ഹൈഡ്രോക്സി സൈക്ലോപെൻറ്റനോൺ. ക്ലിയർ ആയല്ലോ? ഓക്കെ. അടുത്തത് പ്രിപ്പറേഷൻ ഓഫ് ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ് ഹെഡിങ് എഴുതുക. പ്രിപ്പറേഷൻ ഓഫ് ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ്. അതിൽ നമ്മൾ പഠിച്ചതാണ് കുറച്ചെണ്ണം. ഒന്ന് ആൽക്കഹോളിൻ്റെ ഓക്സിഡേഷൻ പഠിച്ചല്ലേ? ബൈ ഓക്സിഡേഷൻ ഓഫ് ഏത്? ആൽക്കഹോൾ. എക്സാമ്പിൾ ഞാൻ എഴുതാം, നേരത്തെ പഠിച്ചാണ്, വെറുതെ ഓരോ എക്സാമ്പിൾ. C3CH2OH എയറോ മാർക്കിൻ്റെ മുകളിൽ PCC പ്രോഡക്റ്റ് പറഞ്ഞേ, നേരെ എഴുതണേ. C3CH2OH PCC C3CHO നേരത്തെ പഠിച്ചതായതുകൊണ്ട് ഞാൻ നേരെ എഴുതുന്നു. അപ്പോൾ PCC നേരത്തെ പഠിച്ച ഓർമ്മയില്ല, ആ സ്റ്റെപ്പ് നോക്കിയാൽ മതി. അതുപോലെ തന്നെ ഇത് പിന്നെ ആൽഡിഹൈഡും
കീറ്റോണും കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഓക്സിഡേഷൻ. അപ്പോൾ കീറ്റോൺ നോക്കാം. CH3 CHOH CH3 ഇതിൽ ഒന്നിക്കിൽ PCC അല്ലെങ്കിൽ ഏത് CRO3യുമായി ബന്ധപ്പെട്ട എല്ലാം ഏത് CRO3 പ്ലസ് വാട്ടർ അല്ലെങ്കിൽ CRO3 അങ്ങനെയുള്ള എല്ലാം കിട്ടാം. എന്താ പ്രോഡക്റ്റ് കിട്ടുക? C3CO3 കിട്ടില്ലേ? അപ്പോൾ ഏത് ആൽഡിഹൈഡും കീറ്റോണും കിട്ടാൻ വേണ്ടിയിട്ടുള്ള റിയാക്ഷനാണ് ഓക്സിഡേഷൻ ഓഫ് ഏത് ആൽക്കഹോൾ. ക്ലിയർ ആയില്ലേ? പിന്നെ അതുപോലെ തന്നെ ആൽഡിഹൈഡ് പ്രിപ്പയർ ചെയ്യാനുള്ള റിയാക്ഷൻ, ആൽഡിഹൈഡും കീറ്റോണും പ്രിപ്പയർ ചെയ്യാനുള്ള റിയാക്ഷൻ നമ്മൾ വേറെയും പഠിച്ചിട്ടുണ്ട് ഇല്ലേ? യെസ്, നമ്മളിനി നേരത്തെ പഠിച്ചത് ഡീഹൈഡ്രോജനേഷൻ ആൽക്കഹോൾസ് ആണ്. ഓർമ്മയില്ല? ഡീഹൈഡ്രോജനേഷൻ ആൽക്കഹോൾ ചുട്ടുപഴുത്ത കോപ്പറിന് മുകളിലൂടെ ഏത് ആൽക്കഹോളിൻ്റെ വേപ്പർ കടത്തിവിടുക. അപ്പോൾ പ്രൈമറി ആൽക്കഹോൾ ആൽഡിഹൈഡ് ആവും, സെക്കൻഡറി ആൽക്കഹോളോ കീറ്റോൺ ആവും. ഒരു എക്സാമ്പിൾ വെറുതെ ഞാനിവിടെ എഴുതാം. CH3CH2OH എയറോ മാർക്കറ്റിൻ്റെ മുകളിൽ കോപ്പർ അറ്റ് 573 കെൽവിൻ. പ്രോഡക്റ്റ് പറഞ്ഞേ C3CHO കിട്ടിയോ? ഇനി CH3CH2CHOH CH3 കോപ്പർ അറ്റ് 573 കെൽവിൻ. പ്രൈമറി ആൽക്കഹോളും സെക്കൻഡറി ആൽക്കഹോളും മാത്രമേ പറ്റൂ. ടേർഷ്യറി ആൽക്കഹോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡീഹൈഡ്രോജനേഷന് പകരം ഡീഹൈഡ്രേഷൻ നടക്കും അല്ലേ? പഠിച്ചതായതുകൊണ്ടാണ് വേഗത്തിൽ പറയുന്നത്. അപ്പോൾ C3CH2CO3 അല്ലേ? C3CH2CO3 ഓക്കെ കിട്ടിയില്ലേ? HH പോയി പഠിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഏത് 11ാം ക്ലാസ്സിലെ ഓസനോളിസ് വഴി ആൽഡിഹൈഡും കീറ്റോണും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ടെക്നിക്ക് മാത്രം പറയാം. ഓസനോളിസിസ് എന്നിരിക്കോ? ഓസനോളിസിസ് അപ്പോൾ CH2 ഡബിൾ ബോണ്ട് CH2 ഓസനോളിസിലാകുമ്പോൾ ഒന്ന് ഓസോൺ ആഡ് ചെയ്യണം, രണ്ടെന്താണ് സിങ്ക് ബാർ H2O ബാർ ഹീറ്റ് അല്ലേ? സെറിൻ ബാർ H2O ബാർ ഹീറ്റ്. ടെക്നിക്ക് എന്താണ്? ഡബിൾ ബോണ്ട് കട്ട് ചെയ്യുക, എന്നിട്ട് ഇവിടെ ഒരു ഓക്സിജൻ കൊടുക്കുക, ഇവിടെ ഒരു ഓക്സിജൻ കൊടുക്കുക കേട്ടോ. അപ്പോൾ എത്ര CH2O കിട്ടും? 2 CH2O. ഡബിൾ ബോണ്ട് കട്ട് ചെയ്യുക, എന്നിട്ട് ഓരോ ഓക്സിജൻ കൊടുക്കുക, 2 CH2O. അപ്പോൾ 2 മോളിക്യൂൾ ഫോർമാലിറ്റി കിട്ടും, മെത്തനാൽ. 2 മോളിക്യൂൾ ഫോർമാലിറ്റി അല്ലെങ്കിൽ മെത്തനാൽ. ശരിയല്ലേ? അടുത്ത് ഇനി അങ്ങനത്തെ ഏത് വന്നാലും ചെയ്തൂടെ? ഇപ്പോൾ CH3CH ഡബിൾ ബോണ്ട് CH3CH3 ഞാൻ അധികം എക്സാമ്പിൾ ചെയ്യുന്നില്ല. ഓസനോളിസിസ് എഴുതിയാലും മതി. ഒന്നിക്കിൽ ഓസനോളിസിസ് അല്ലെങ്കിൽ ഇങ്ങനെ എഴുതുക. പ്രോഡക്റ്റ് പറഞ്ഞേ ഇത് കട്ട് ചെയ്യുക. കട്ട് ചെയ്തിട്ട് ഇത് CH3CHO ആവും. ഇവിടെ ഒരു ഓക്സിജൻ കൊടുക്കുക, ഇവിടെ ഒരു O കൊടുക്കുക. പ്രോഡക്റ്റ് പറഞ്ഞേ പറയും. C3 പറയൂ CHO പ്ലസ് ക്വസ്റ്റ്യൻ പറഞ്ഞു എന്നാ ക്വസ്റ്റ്യൻ CH3CH ഡബിൾ ബോണ്ട് CH3CH3 എഴുതിയോ? C3CH ഡബിൾ ബോണ്ട് CH3CH3 ഓസനോളിസ്. ഇത് കട്ട് ചെയ്യുക, ഇവിടെ ഒരു ഓക്സിജൻ കൊടുക്കുക, ഇവിടെ ഒരു ഓക്സിജൻ കൊടുക്കുക. പ്രോഡക്റ്റ് പറഞ്ഞേ C3CHO പ്ലസ് പറയും C3CHO പ്ലസ് C3CO ഓക്കെ ക്ലിയർ ആയോ? C3CO ഓക്കെ ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇത് എത്ര നാൾ ഇനി ഏത് വന്നാലും നിങ്ങൾ എന്ത് ചെയ്താൽ ഡബിൾ ബോണ്ട് കട്ട് ചെയ്യുക, 2 സ്ഥലത്ത് ഒരു ഓക്സിജൻ കൊടുക്കുക. അതല്ലേ റിയാക്ഷൻ? ഓക്കെ ഓസനോളിസ് വഴി ഇതെല്ലാം മുമ്പ് പഠിച്ച റിയാക്ഷനാണ്. ഇത് കുറച്ച് നേരത്തെ പഠിച്ച റിയാക്ഷൻ, ഇതിപ്പോൾ ഫസ്റ്റ് ഇയറിലത്തെ റിയാക്ഷൻ. ഓക്കെ ക്ലിയർ ആയോ? ഓക്കെ യെസ്. മറ്റൊരു റിയാക്ഷൻ ഹൈഡ്രേഷൻ ആൽക്കൈൻ ആണ്. ഹൈഡ്രേഷൻ ഓഫ് ആൽക്കൈൻ. ആൽക്കൈനിൽ വെള്ളം ചേർക്കുക. അത് നമ്മൾ ഇതും ഫസ്റ്റ് ഇയറിൽ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുന്നുണ്ട്. എന്നാൽ മക്കളെ CH ട്രിപ്പിൾ ബോണ്ട് CH എന്താ? ഇത്തൈൻ അല്ലെങ്കിൽ അസറ്റിലീൻ കേട്ടോ. ഈ പറയുന്നത് കാര്യങ്ങൾ ഒരു തവണ കേൾക്കുക, ആദ്യം ഒന്നുകൂടെ കേൾക്കുക, അങ്ങനെ ഒരു 3 തവണയെങ്കിലും ഓർഗാനിക് കെമിസ്ട്രി കേൾക്കണം കേട്ടോ. എന്നിട്ടേ നോട്ട് എഴുതാൻ പാടുള്ളൂ. ഓക്കെ കൂടുതൽ സമയം അതിൽ തന്നെ ഇൻവോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഉണ്ട്. അതുകൊണ്ടാണ് ടെക്നിക്കലായിട്ട് ഡിഫിക്കൽട്ടീസ് കൊണ്ടാണ് അങ്ങനെ ചെയ്യാത്തത്. അതുകൊണ്ട് നിങ്ങൾ സമയം വെറുതെ നമുക്കിവിടെ വെക്കാനാവും. പക്ഷേ ആ സമയം വെച്ച് കഴിഞ്ഞാൽ അത്രയും സമയം നമുക്ക് പിന്നെ റെക്കോർഡിങ്ങിൻ്റെ അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ടെക്നിക്കലായിട്ടുള്ള പ്രശ്നങ്ങൾ വരും. നിങ്ങൾക്ക് സെൻഡ് ചെയ്യാനുള്ള പ്രശ്നം. ഓക്കെ ക്ലിയർ? അപ്പോൾ CH ട്രിപ്പിൾ ബോണ്ട് CH ഇത്തൈൻ. എന്താണ് ഇത്തൈൻ അല്ലെങ്കിൽ എന്താണ് പേര് പറയും? അസറ്റിലീൻ. ഇതിലേക്ക് എന്ത് ചെയ്തു? ഇതിനെ നമ്മൾ ഇങ്ങനെ എഴുതുക. എന്താണ്? യെസ് ശരിക്ക് H2SO4ഉം HgSO4ഉം ഇങ്ങനെയൊന്ന് സാധാരണ എഴുതി കാണിക്കുക. ഇങ്ങനെ കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ റിയാക്ഷൻ എന്താണെന്ന് വിചാരിക്കുക? ഇതിലേക്ക് വാട്ടർ ആഡ് ചെയ്യുന്ന റിയാക്ഷനാണെന്ന് വിചാരിക്കുക. ഏതിൻ്റെ പ്രസൻസിൽ? H2SO4 H+ കിട്ടും, അതുപോലെ Hg2+ കിട്ടും, മെർക്കുറിക് സൾഫേറ്റിന് ഇതിൻ്റെ പ്രസൻസിൽ.
അപ്പോൾ ഈ റിയാക്ഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത് വെച്ചാൽ ശരിക്കും വാട്ടർ ആഡ് ചെയ്തിട്ട് വേറൊരു പിന്നെ സ്റ്റെപ്പ് നടക്കുന്നുണ്ട്. അത് എഴുതാൻ അതിപ്പോൾ പഠിക്കാനില്ലാത്തതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിലേക്ക് 2 H ചേർക്കുക. അപ്പോൾ CH എന്തായി മാറും? CH എന്തായി മാറും? C3. ഈ ട്രിപ്പിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് ആക്കുക. അപ്പോൾ CH. പിന്നെ അതിലേക്ക് ഒരു ഓക്സിജൻ ചേർക്കുക. വാട്ടറിൽ എത്ര H ഉണ്ട്? 2 H. എത്ര ഓക്സിജൻ ഉണ്ട്? ഒരു ഓക്സിജൻ. ആ 2 H എവിടെ ചേർക്കുക? ആദ്യത്തെ 2 H CH ചേർക്കുക. അപ്പോൾ CH3. ട്രിപ്പിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് ആക്കുക. എന്നിട്ട് ഈ CH ഒരു ഓക്സിജൻ ചേർക്കുക. ഇനി അത് CH3 C ട്രിപ്പിൾ ബോണ്ട് CH ആണെങ്കിലോ ഇതേ ക്വസ്റ്റ്യനാണ് വന്നിരിക്കുക. H+, Hg2+ അല്ലെങ്കിൽ H2SO4 അങ്ങനെ വന്നിരിക്കുക. അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ആദ്യം CH3 എന്ത് ചെയ്യുക? CH3 C ട്രിപ്പിൾ ബോണ്ട് CH പ്ലസ് H2 എന്ന് എഴുതുക. ഏറോ മാർക്കിൻ്റെ മുകളിൽ H+, Hg2+ എഴുതിക്കൂടെ? ഇനി വാട്ടർ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത് സിമെട്രിക്കൽ അല്ല. അപ്പം നിങ്ങൾ എന്ത് അറിയോ, ഈ C ട്രിപ്പിൾ ബോണ്ട് CH ഉണ്ടോ, ആ H ഉള്ളതിൽ എന്ത് ചെയ്യുക? H ഉള്ളതിൽ പിന്നെ 2 H കൊടുക്കുക. ഈ CH 2 H കൊടുക്കുക. മറ്റേതിൽ ഓക്സിജൻ കൊടുക്കുക. അപ്പോൾ ഉത്തരം പറഞ്ഞേ. CH3 സിയിൽ എന്ത് കൊടുക്കുക? ഓക്സിജൻ. അപ്പോൾ CO ആയില്ലേ? ട്രിപ്പിൾ ബോണ്ട് എന്താക്കുക? സിംഗിൾ ബോണ്ട്. എന്നിട്ട് ആ CH എന്ത് കൊടുക്കുക? 2 H കൊടുക്കുക. അപ്പോൾ CH എന്തായി മാറും? CH3. അപ്പോൾ CH3 CO CH3 ആവും. ക്ലിയർ? ശരിയായില്ലേ? യെസ്. ഇനി പ്രിപ്പറേഷൻ ഓഫ് ആൽഡിഹൈഡ്സ് മാത്രം എഴുതി. നമ്മൾ നേരത്തെ ആൽഡിഹൈഡ്സും കീറ്റോൺസും അല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത്. അപ്പോൾ ഇപ്പം പ്രിപ്പറേഷൻ ആൽഡിഹൈഡ്സ് മാത്രം. പ്രിപ്പറേഷൻ ഓഫ് ആൽഡിഹൈഡ്സ്. ഓക്കെ. അപ്പോൾ ആൽഡിഹൈഡ്സിൻ്റെ പ്രിപ്പറേഷൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നോക്കുക. പിന്നെ ഒന്നാമത്തെ റിയാക്ഷൻ റോസൻമുണ്ട്സ് റിഡക്ഷനാണ്. റോസൻമുണ്ട് ROSENMUND അപ്പോസ്ട്രോഫി S. ROSENMUND അപ്പോസ്ട്രോഫി S. റോസൻമുണ്ട്സ് റിഡക്ഷൻ. റോസൻമുണ്ട്സ് റിഡക്ഷൻ. ഓക്കെ. ഈ റിയാക്ഷനിൽ ഒരു ആസിഡ് ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ RCOCl എന്നല്ലേ എഴുതുക? RCOCl അല്ലേ ആസിഡ് ക്ലോറൈഡ്. ഇത് ഹൈഡ്രജനുമായിട്ട് പലേഡിയം ഇൻ ദി പ്രസൻസ് ഓഫ് ബേരിയം സൾഫേറ്റ് റിയാക്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ ഒരു കാര്യം പറയട്ടെ. ആസിഡ് ക്ലോറൈഡിൻ്റെ റിഡക്ഷൻ എന്ന് പറയുമ്പോൾ RC+CL ആണ് ആസിഡ് ക്ലോറൈഡ്. ഇത് ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ റിഡക്ഷൻ നടക്കുമ്പോൾ ഈ Hഉം Clഉം കൂടെ HCl ആവും. എന്നിട്ട് RC+H ആവും. RC+H ആൽഡിഹൈഡ് വീണ്ടും റെഡ്യൂസ് ചെയ്താൽ അടുത്ത സ്റ്റെപ്പിൽ ഒരു H ആഡ് ചെയ്യില്ലേ? അപ്പോൾ എന്തായി മാറും? RCH2OH ആവും. അടുത്ത സ്റ്റെപ്പിൽ RCH3 ആവും. ഇത് നമ്മളന്ന് കണ്ടതാണ്. പക്ഷേ പലേഡിയം ഇൻ ദി പ്രസൻസ് ഓഫ് ബേരിയം സൾഫേറ്റ് ഉണ്ടെങ്കിൽ ഈ റിഡക്ഷൻ പാർഷ്യൽ റിഡക്ഷൻ നടക്കും. അതായത് ഈ ആൽഡിഹൈഡ് സ്റ്റേജിൽ സ്റ്റോപ്പ് ആവും. അതായത് Clന് പകരം H വന്നിട്ട് ആൽഡിഹൈഡ് സ്റ്റേജിൽ സ്റ്റോപ്പ് ആവും. ആൽക്കഹോൾ ആവില്ല, ഹൈഡ്രോ കാർബൺ ആവില്ല. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് നമ്മളതിനെ പാർഷ്യൽ റിഡക്ഷൻ എന്നാ പറയുക. എന്താ പറയുക? പാർഷ്യൽ റിഡക്ഷൻ. ക്ലിയർ ആയില്ലേ? അപ്പോൾ RCOCl + H2 പ്രോഡക്റ്റ് പറഞ്ഞാൽ RCHO + HCl. മനസ്സിലായോ? ഇതാണ് റോസൻമുണ്ട്സ് റിഡക്ഷൻ. അപ്പോൾ ആസിഡ് ക്ലോറൈഡ് പലേഡിയം ഇൻ ദി പ്രസൻസ് ഓഫ് ബേരിയം സൾഫേറ്റുമായി റിയാക്ട് ചെയ്യുമ്പോൾ പാർഷ്യൽ റിഡക്ഷൻ നടന്നിട്ട് അത് ആൽഡിഹൈഡായിട്ട് മാറും. ഈ റിയാക്ഷനെ നമ്മൾ എന്ത് വിളിക്കും? റോസൻമുണ്ട്സ് റിഡക്ഷൻ. ക്ലിയർ? അപ്പോൾ എഴുതിക്കോ. when an acid chloride is treated with hydrogen in the presence of palladium and barium sulfate, acid chloride is reduced to aldehyde. Acid chloride is reduced to aldehyde. This reaction is called Rosenmund's reduction. General equation in RCOCl plus H2. Arrow mark in the model PD bar BaSO4 gives RCHO plus HCl. നിങ്ങൾക്ക് എക്സാമ്പിൾ ഞാനിവിടെ ഏത് എക്സാമ്പിളാണ് എഴുതാം. അപ്പോൾ ഒന്ന് CH3COCl
C3COCl കോമൺ നെയിം അസറ്റൈൽ ക്ലോറൈഡ് ആണ്. അസറ്റൈൽ ക്ലോറൈഡ്. IUPAC നെയിം 1, 2 കാർബൺ ആൽക്കൈൻ്റെ പേര് ഈഥെയ്ൻ. ഈഥെയ്ൻ അവസാനിക്കുന്ന ലെറ്ററിനെ എന്തുകൊണ്ട് മാറ്റണം? ഓയിൽ ക്ലോറൈഡ്. ഓയിൽ ക്ലോറൈഡ്. അപ്പോൾ എത്തനോയിൽ ക്ലോറൈഡ്. എത്തനോയിൽ ക്ലോറൈഡ് ആണ്. അപ്പോൾ C3COCl + H2. ഞാൻ പറയുന്ന സമയത്ത് തന്നെ എഴുതിക്കോ. C3COCl + H2 PD⁻BaSO4. എന്താ കിട്ടുക? C3CHO. C3CHO എന്താണ്? എത്തനാൾ. എത്തനാൾ അല്ലെങ്കിൽ എന്താണ്? അസറ്റാൽഡിഹൈഡ്. ഓക്കെ. പ്ലസ് HCl. കിട്ടിയോ? ഇതേ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ചോദിക്കും, ഹൗ വിൽ യു കൺവേർട്ട് അസറ്റൈൽ ക്ലോറൈഡ് ടു അസറ്റാൽഡിഹൈഡ് അല്ലെങ്കിൽ എത്തനോയിൽ ക്ലോറൈഡ് ടു എത്തനാൾ? ഓക്കെ, കൺവേർഷൻ നിങ്ങൾ എഴുതി വെക്കണം. ക്ലിയർ? ഇനി നെക്സ്റ്റ് നോക്കുക എല്ലാവരും. അടുത്ത രണ്ടാമത്തെ എക്സാമ്പിൾ നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കി എഴുതാൻ പറ്റും. എക്സാമ്പിൾ CH3CH2COCl. എന്താ C3CH2COCl? പ്രൊപ്പനോയിൽ ക്ലോറൈഡ്. ഓയിൽ ക്ലോറൈഡ് അല്ലേ സഫിക്സ്? ഇപ്പോൾ പ്രൊപ്പനോയിൽ ക്ലോറൈഡ് + H2 എയറോ മാർക്കിൻ്റെ മുകളിൽ PD⁻BaSO4. എന്താ കിട്ടുക? CH3CH2CHO + HCl. എന്താ C3CH2CHO? പ്രൊപ്പനാൾ. എന്താ C3CH2CHO? പ്രൊപ്പനാൾ. ക്ലിയർ? ഇനി C6H5COCl. C6H5COCl-നെ നമ്മൾ ബെൻസോയിൽ ക്ലോറൈഡ് എന്ന് പറയും. എന്താ വിളിക്കുക? ബെൻസോയിൽ ക്ലോറൈഡ്. അതിൽ ഈ പേരൊക്കെ അന്നേരത്തിന് ഓർമ്മ വരണം. C6H5COCl ബെൻസോയിൽ ക്ലോറൈഡ് എന്ന് പറയും. അതിന് വേണമെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? അതിൽ തന്നെ ബെൻസീൻ റിംഗ് COCl ഇങ്ങനെ കണ്ടാലും അത് തന്നെയാണ് കേട്ടോ ബെൻസോയിൽ ക്ലോറൈഡ്. C6H5COCl അല്ലെങ്കിൽ ബെൻസീൻ റിംഗ് COCl. ഓക്കെ, ബെൻസോയിൽ ക്ലോറൈഡ് + H2 PD⁻BaSO4. PD⁻BaSO4 എന്താ കിട്ടുക? C6H5CHO അല്ലെങ്കിൽ ഞാൻ അത് രണ്ടും എഴുതുന്നുണ്ട്, ബെൻസീൻ റിംഗ് CHO കേട്ടോ + HCl. എന്താ C6H5CHO അല്ലെങ്കിൽ ബെൻസീൻ റിംഗ് CHO? ബെൻസാൽഡിഹൈഡ്. ക്ലിയർ ആയല്ലോ? ഓക്കെ. അപ്പോൾ അറോമാറ്റിക് ആൽഡിഹൈഡ് ഉണ്ടാക്കാം, അലിഫാറ്റിക് ആൽഡിഹൈഡ് ഉണ്ടാക്കാം. ഏത് റിയാക്ഷൻ വഴി? റോസൻമുണ്ട്സ് റിഡക്ഷൻ വഴി. അപ്പോൾ റോസൻമുണ്ട്സ് റിഡക്ഷൻ ക്ലിയർ ആയല്ലോ. ഇനി അടുത്ത് സ്റ്റീഫൻ റിഡക്ഷൻ. STEPHEN. സ്റ്റീഫൻ റിഡക്ഷൻ. STEPHEN. സ്റ്റീഫൻ റിഡക്ഷൻ. അത് സ്റ്റീഫൻ റിഡക്ഷൻ പറയുമ്പോൾ ഞാൻ ഒരു ഐഡിയ പറഞ്ഞുതരാം. സയനൈഡ് C∼N ആണ്. സയനൈഡ് ഏതാ? C∼N. ഇതിലേക്ക് നമ്മൾ ഹൈഡ്രജൻ ചേർച്ചാൽ റിഡക്ഷൻ അല്ലേ ഹൈഡ്രജൻ? അപ്പോൾ 2 H ചേർത്താൽ ഒരു H ഇവിടെയും ഒരു H ഇവിടെയും ചേർക്കും. അപ്പോൾ CH∼NH ആവും. CH∼NH ആവും. ഇതിനെ ഇമൈൻ എന്ന് പറയും. ഇമൈൻ കേട്ടോ. ഇനി ഈ ഇമൈൻ വീണ്ടും റെഡ്യൂസ് ചെയ്താലേ 2 H ചേർത്താൽ അത് ഇവിടെ ഒരു H ഇവിടെ ഒരു H വരും. അപ്പോൾ എന്തായി മാറും? CH2NH2. അപ്പോൾ പ്രൈമറി അമീനായി മാറും. പ്രൈമറി അമീൻ. അപ്പോൾ സയനൈഡ് മുഴുവനായിട്ട് റെഡ്യൂസ് ചെയ്താൽ പ്രൈമറി അമീനായി മാറും. പാർഷ്യലായിട്ട് റെഡ്യൂസ് ചെയ്താൽ അത് ഇമൈനാവും. ഇമൈൻ ആയി കഴിഞ്ഞാൽ അത് ഈ ഇമൈൻ ഏത് ഹൈഡ്രോളൈസ് ചെയ്യുമ്പോൾ എന്നുള്ളത് CH∼NH അല്ല ഇമൈൻ. ഇത് ഈ ഡബിൾ ബോണ്ട് ബ്രേക്ക് ആവും. ബ്രേക്ക് ആയിട്ട് ഈ വാട്ടറിലത്തെ OH ഇവിടെ വരും, ഇവിടെ H വരും, ഇവിടെ OH വരും, ഇവിടെ H വരും. കണ്ടില്ലേ? അപ്പോൾ അമോണിയ ഫ്രീ ആയി. അപ്പോൾ CHOH ട്വൈസ് കിട്ടും. CHOH ട്വൈസ്. അത് വാട്ടർ റിമൂവ് ചെയ്താൽ വാട്ടർ റിമൂവ് ചെയ്യല്ലോ, ഒന്നിൽ കൂടുതൽ OH വന്ന വാട്ടർ റിമൂവ് ചെയ്യും. അപ്പോൾ CH ആവും. അപ്പോൾ 2 തരത്തിലുള്ള പ്രോഡക്റ്റാണ് സയനൈഡിൻ്റെ റിഡക്ഷൻ വഴി കിട്ടുന്നത്. ഒന്ന് സയനൈഡ് പാർഷ്യൽ റിഡക്ഷൻ നടന്നിട്ട് കിട്ടുന്ന ഇമൈൻ ഹൈഡ്രോളൈസ് ചെയ്യുമ്പം അത് ആൽഡിഹൈഡായി മാറും. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന റെഡ്യൂസിങ് ഏജൻറ്റാണ് SnCl2 ഇൻ ദി പ്രസൻസ് ഓഫ് HCl. അതുപോലെ തന്നെ ഡൈബാൾ എച്ചിൻ്റെ മുഴുവൻ പേര് ഡൈ ഐസോബ്യൂട്ടൈൽ അലൂമിനിയം ഹൈഡ്രൈഡ്. എല്ലാവരും എഴുതി വെക്കണത് ഡൈ ഐസോബ്യൂട്ടൈൽ അലൂമിനിയം ഹൈഡ്രൈഡ്. പിന്നെ വേറൊന്നുള്ളത് TERBUT ട്വൈസ് BU ആയിക്കോട്ടെ. TERBU ത്രൈസ് AL ആയിക്കോട്ടെ. ത്രൈസ് അല്ല ട്വൈസ് ALH. അത് ഡൈ ടേഷ്യറി ബ്യൂട്ടൈൽ അലൂമിനിയം ഹൈഡ്രൈഡ് ആണ്.
TRBU ടേഴ്സറി ബ്യൂട്ടൈലിൻ്റെ ഷോർട്ട് ഫോം, ട്വൈസ് ALH, കാരണം അലൂമിനിയത്തിൻ്റെ ബാലൻസ് 3 അല്ലേ, അപ്പോൾ 2 ഇതും ഇതൊന്നും 3 ഡൈ ടേഴ്സറി ബ്യൂട്ടൈൽ അലൂമിനിയം ഹൈഡ്രൈഡ്. ഈ 3 റെഡ്യൂസിങ് ഏജൻറ്റാണ് ഏത് ഉപയോഗിക്കൽ? ഒരു സയനൈഡിനെ എന്തായി കൺവേർട്ട് ചെയ്യാൻ? ആൽഡിഹൈഡായി കൺവേർട്ട് ചെയ്യാൻ. സയനൈഡിനെ അമീനായി കൺവേർട്ട് ചെയ്യുന്നത് നമുക്ക് അടുത്ത അമീൻസ് എന്ന പാഠത്തിലാണ് വേണ്ടത്. മനസ്സിലായോ? ഓക്കെ, അത് അന്നേരം പറഞ്ഞുതരാം. അപ്പോൾ ഇത്രയും മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ എന്താ പറയേണ്ടത്? ഒരു സയനൈഡിനെ ആൽഡിഹൈഡായിട്ട് കൺവേർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന റെഡ്യൂസിങ് ഏജൻറ്റ് ഏതൊക്കെയാണ് എഴുതിച്ചേ. എന്നിട്ട് ലാസ്റ്റിൽ എഴുതി തരാം. അപ്പോൾ 3 ആയില്ലേ. ഞാനിപ്പോൾ ആദ്യം സ്റ്റിഫൻ റിഡക്ഷൻ അല്ലേ പറയുന്നുണ്ട്. സ്റ്റിഫൻ റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ സയനൈഡ് ആൽഡിഹൈഡായി മാറും ഇത് SnCl2 ഇൻ ദി പ്രസൻസ് ഓഫ് HCl ഉപയോഗിക്കുമ്പോൾ. കേട്ടോ, SnCl2 ഇൻ ദി പ്രസൻസ് ഓഫ് HCl, സ്റ്റാനസ് ക്ലോറൈഡ് ആൻഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. പഠിച്ചോ? സ്റ്റാനസ് ക്ലോറൈഡ് ആൻഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉപയോഗിക്കുമ്പോൾ സയനൈഡ് ആദ്യം പാർഷ്യൽ റിഡക്ഷൻ നടന്നിട്ട് ഇമൈൻ ആവും. ആ ഇമൈൻ ഹൈഡ്രോളൈസ് ചെയ്യുമ്പോൾ ആൽഡിഹൈഡായി മാറും. കേട്ടോ, നമ്മൾ ആ സ്റ്റെപ്പ് ഒന്നും എഴുതണ്ട, ഇമൈൻ ഉണ്ടാവുന്നൊന്നും എഴുതണ്ട. ഏത് ഇക്വേഷൻ എഴുതുമ്പോൾ നേരിട്ട് എന്ത് എഴുതിയാൽ മതി? ആൽഡിഹൈഡാക്കി മാറ്റിയാൽ മതി. ഞാൻ സ്റ്റെപ്പ് പറഞ്ഞില്ലേ, ഇത് വേണം എഴുതി വെക്കാം. C ട്രിപ്പിൾ ബോണ്ട് N 2H CH ഡബിൾ ബോണ്ട് NH വീണ്ടും 2H CH2NH2. അപ്പോൾ പ്രൈമറി അമീനായി. ആ CH ഡബിൾ ബോണ്ട് NH ഹൈഡ്രോളൈസ് ചെയ്യുമ്പോൾ, ഹൈഡ്രോളൈസ് എന്ന് പറഞ്ഞാൽ വാട്ടറുമായിട്ടുള്ള റിയാക്ഷൻ. കേട്ടോ, H2H+. ഹൈഡ്രോളൈസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ഇവിടെ OH, ഇവിടെ OH, ഇവിടെ H, ഇവിടെ H. അപ്പോൾ അമോണിയ റിമൂവ് ചെയ്തു, CHOH ട്വൈസ് ആയി. വാട്ടർ റിമൂവ് ചെയ്താൽ CHO. ഈ സ്റ്റെപ്പ് വേണം എഴുതി വെക്കാം. എന്നിട്ട് ഞാൻ സ്റ്റിഫൻ റിഡക്ഷൻ എഴുതി തരാം. എഴുതിക്കോ. വെൻ എ സയനൈഡ് ഈസ് ട്രീറ്റ് വിത്ത് cyanide is treated with SnCl2 and HCl. SnCl2 എന്ന് പറഞ്ഞാൽ സ്റ്റാനസ് ക്ലോറൈഡ്. SnCl2 and HCl എഴുതിയോ? An imine is formed. An imine, IMINE. An imine is formed by partial reduction. An imine is formed by partial reduction, IMINE, partial reduction, which on hydrolysis gives an aldehyde. Which on hydrolysis gives an aldehyde. Which on hydrolysis gives an aldehyde. This reaction is called Stephen reduction. This reaction is called Stephen, STEPHEN, Stephen reduction. എഴുതിയോ? അതിങ്ങനെ എഴുതിയാൽ മതി. RCN അല്ലേ, എഴുതിക്കോ. RCN എയറോ മാർക്കിൻ്റെ മുകളിൽ SnCl2 ബാർ HCl എന്ന് എഴുതുക. അത് 1 എഴുതിക്കോ. 2 H2O ബാർ H+, ഹൈഡ്രോളിസ്. കേട്ടോ, എന്നാൽ ഈ മൈൻ എഴുതണ്ട, നേരെ എന്ത് എഴുതിയാൽ മതി? RCHO. പഠിച്ചോ ആൽഡിഹൈഡ്. ഇനി എക്സാമ്പിൾ CH3CN. ഞാൻ പറയുന്ന സമയത്ത് തന്നെ എഴുതിക്കോ. C3CN എന്ന് പറഞ്ഞാൽ എന്താണ്? 1 2 കാർബണുള്ള ആൽക്കേൻ്റെ പേര് ഈതെയിൻ എൻഡിങ് ലെറ്റർ E മാറ്റണം എന്നില്ല. പിന്നെ സഫിക്സ് നൈട്രൈൽ, NITRILE. അപ്പോൾ സൈനൈഡ് പേര് എഴുതാൻ പഠിച്ചില്ലേ? ഈതെയിൻ നൈട്രൈൽ. ഇതിനെ നമ്മൾ കോമൺലി അസറ്റോനൈട്രൈൽ എന്ന് വിളിക്കും. അസറ്റോനൈട്രൈൽ, ACETO NITRILE. ഇനി ഇത് എയറോ മാർക്ക് ഇടുക. ഒന്ന് എഴുതിക്കോ. SnCl2 ബാർ HCl. 2 H2O ബാർ H+. കിട്ടിയോ? നേരെ പ്രോഡക്റ്റ് പറഞ്ഞേ. CN എന്തായി മാറി? C3CN എന്തായി മാറി? C3CHO. അതിനി പറയേണ്ടല്ലോ, കോമ്പൗണ്ട് പേര് അറിയാലോ, എത്തനാൽ അല്ലെങ്കിൽ അസറ്റാൽഡിഹൈഡ്. ഇനി വേറെ എക്സാമ്പിൾ CH3CH2CN. C3CH2CN എത്ര കാർബൺ ഉണ്ട്? 1 2 3. 3 കാർബണിൽ ആൽക്കേൻ്റെ പേരെന്താ? പ്രൊപ്പെയിൻ. അപ്പോൾ പ്രൊപ്പെയിൻ നൈട്രൈൽ അല്ലെങ്കിൽ ഈഥൈൽ സൈനൈഡ്, കോമൺ ഈഥൈൽ സൈനൈഡ് അല്ലേ? പ്രൊപ്പെയിൻ നൈട്രൈൽ. ഇനി ഇത് പറഞ്ഞു. 1 SnCl2 ബാർ HCl. പറയുന്ന സമയത്ത് തന്നെ എഴുതുന്നുണ്ടല്ലോ, SnCl2 ബാർ HCl. 2 H2O ബാർ H+. കിട്ടിയോ? അപ്പോൾ എന്താ കിട്ടുക? പറഞ്ഞോളൂ. CH3 CH2 CHO. കിട്ടിയോ? C3 CH2 CHO. ക്ലിയർ? ഇനി C6H5CN. C6H5CN നിങ്ങൾക്ക് വേണമെങ്കിൽ ബെൻസീൻ റിംഗ് സിംഗിൾ ബോണ്ട് CN എഴുതാം. ഞാൻ 2 എഴുതുന്നുണ്ട്. ബെൻസീൻ റിംഗ് CN. ഇതിനെ നമ്മൾ ബെൻസോ നൈട്രൈൽ എന്ന് വിളിക്കുക. ബെൻസോ BNZO NITRILE, ബെൻസോ നൈട്രൈൽ. കിട്ടിയോ? ഈ ബെൻസോ നൈട്രൈൽ ആണെങ്കിൽ SnCl2 ബാർ HCl. കിട്ടിയോ? 1 2 H2O ബാർ H+. പ്രോഡക്റ്റ് പറഞ്ഞേ. C6H5CHO അല്ലെങ്കിൽ ബെൻസീൻ റിംഗ്, അല്ലെങ്കിൽ എന്താ? ബെൻസീൻ റിംഗ് CHO.
ഇതിനെ നമ്മൾ ബെൻസാൽഡിഹൈഡ് എന്ന് വിളിക്കും. എന്താ വിളിക്കുക അറിയാലോ പേര്, ബെൻസാൽഡിഹൈഡ്. ക്ലിയർ ആയോ? ഇപ്പോൾ സ്റ്റിഫൻ റിഡക്ഷൻ പറഞ്ഞാൽ മനസ്സിലായോ? അതിനിടയിൽ കൺവേർഷൻ ചോദിക്കും. ഹൗ വിൽ യു കൺവേർട്ട് ബെൻസോ നൈട്രൈൽ ടു ബെൻസാൽഡിഹൈഡ്? ഹൗ വിൽ യു കൺവേർട്ട് മീഥൈൽ സയനൈഡ് അല്ലെങ്കിൽ ഈഥൈൻ അസറ്റോനൈട്രൈൽ ടു ഏതാണ് അസറ്റാൽഡിഹൈഡ്? മീഥൈൽ സയനൈഡ് അല്ലെങ്കിൽ അസറ്റോനൈട്രൈൽ അല്ലെങ്കിൽ ഈഥൈൻ നൈട്രൈൽ ടു എത്തനാൾ അല്ലെങ്കിൽ അസറ്റാൽഡിഹൈഡ്. അങ്ങനെ ഏത് വന്നാലും എഴുതി കൂടെ. ഒരു സയനൈഡ് നേരെ ആൽഡിഹൈഡ് ആക്കേണ്ട റിയാക്ഷൻ ആണെങ്കിൽ ഇത് ഉപയോഗിക്കുക. ക്ലിയർ? യെസ്. ഇനി ഞാൻ പറഞ്ഞത് ഇതേ സയനൈഡിനെ ആൽഡിഹൈഡ് ആക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മറ്റ് 2 റെഡ്യൂസിങ് ഏജൻ്റാണ് ഡൈബാൾ എച്ചും പിന്നെ ഡൈ ടേഷറി ബ്യൂട്ടൈൽ അലൂമിനിയം ഹൈഡ്രൈഡും. അപ്പോൾ ഇതിക്കോ, പക്ഷേ അതിന് പ്രത്യേകതയുണ്ട്. അത് സയനൈഡ് മാത്രമേ ആൽഡിഹൈഡ് ആവുള്ളൂ. വേറെ റെഡ്യൂസ് ചെയ്യുന്ന വേറെ ഗ്രൂപ്പുകൾ ഉണ്ടെങ്കിൽ അത് റെഡ്യൂസ് ചെയ്യില്ല. അതിപ്പോൾ ഡബിൾ ബോണ്ട് ചോദിക്കാം. ആ ഡബിൾ ബോണ്ട് SnCl to HCl എപ്പിക്കോൺ ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് ആവും. പക്ഷേ അതേ സമയത്ത് ആ ഡബിൾ ബോണ്ടിലുള്ള സയനൈഡ് ഉണ്ടെങ്കിൽ ആ സയനൈഡ് മാത്രമേ ഇത് റെഡ്യൂസ് ചെയ്യൂ. അപ്പോൾ സെലക്റ്റീവ് റിഡക്ഷൻ എന്ന് പറയും. എന്താ പറയുക? അപ്പോൾ ഇതിക്കോ ഈസ് ഡൈബാൾ എച്ച് DIBAL ക്യാപിറ്റൽ ലെറ്റർ DIBAL ഒരു ഹൈഫൻ എച്ച് ഡൈബാൾ എച്ച് ആൻഡ് ഡൈബാൾ എച്ച് ബ്രാക്കറ്റിൽ ഡൈബാൾ എച്ച് എന്ന് പറഞ്ഞാൽ ഡൈ ടേഷറി ബ്യൂട്ടൈൽ അലൂമിനിയം ഡൈ ഐസോബ്യൂട്ടൈൽ അലൂമിനിയം ഹൈഡ്രൈഡ്. ഡൈബാൾ എച്ചിൻ്റെ ബ്രാക്കറ്റിൽ ഡൈ ഐസോബ്യൂട്ടൈൽ അലൂമിനിയം ഹൈഡ്രൈഡ് എഴുതിയോ? ഡൈ ഐസോബ്യൂട്ടൈൽ അലൂമിനിയം ഹൈഡ്രൈഡ് ആൻഡ് TER ഒരു കുത്തിട്ടിട്ട് BU ട്വൈസ് ALH. TER ഒരു കുത്തിട്ടിട്ട് BU ട്വൈസ് ALH എഴുതിയോ? ബ്രാക്കറ്റിൽ എഴുതിക്കോ. ഡൈ ടേഷറി ബ്യൂട്ടൈൽ അലൂമിനിയം ഹൈഡ്രൈഡ്. ഡൈ ടേഷറി ബ്യൂട്ടൈൽ അലൂമിനിയം ഹൈഡ്രൈഡ്. ഡൈ ടേഷറി ബ്യൂട്ടൈൽ അലൂമിനിയം ഹൈഡ്രൈഡ്. ഡൈ ടേഷറി ബ്യൂട്ടൈൽ അലൂമിനിയം ഹൈഡ്രൈഡ് എഴുതിയോ? ഡൈബാൾ എച്ച് ആൻഡ് ഡൈ ടേഷറി ബ്യൂട്ടൈൽ അലൂമിനിയം ഹൈഡ്രൈഡ് used for the selective reduction of cyanide to aldehyde. Used for the selective reduction of cyanide to aldehyde. അതായത് CN മാത്രം CH ആവും, വേറെ റെഡ്യൂസ് ചെയ്യുന്ന ഗ്രൂപ്പ് കായില്ല. ഞാൻ ഒരു എക്സാമ്പിൾ എഴുതിത്തരാം. CH3CH ഡബിൾ ബോണ്ട് CN ഏറോ മാർക്കിൻ്റെ മുകളിൽ പിന്നെ ഡൈബാൾ എച്ച് അല്ലെങ്കിലോ ഓർ TRBU ട്വൈസ് ALH ഇതിലേതെങ്കിലും ഒന്നേ. അന്നേരം CH3CH ഡബിൾ ബോണ്ട് CH പിന്നെയോ ഈ CN എന്തായി മാറും? CH കിട്ടിയോ? എന്നാൽ ഇതേ റിയാക്ഷൻ ഇങ്ങോട്ടേക്ക് SnCl2 ബാർ HCl എഴുതിയാൽ എന്ത് ചെയ്യുന്നറിയോ? ഈ ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ടാവും. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? CH3CH2CHO. ക്ലിയർ ആയോ? അപ്പോൾ സെലക്റ്റീവ് റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? മനസ്സിലായില്ലേ? ഓക്കെ. ഇനി ഒരു എസ്റ്ററിനെ ആൽഡിഹൈഡ് ആക്കാനും ഈ പറയുന്ന ഡൈബാൾ എച്ച് അല്ലെങ്കിൽ ഡൈ ടേഷറി ബ്യൂട്ടൈൽ അലൂമിനിയം ഹൈഡ്രൈഡ് ഉപയോഗിക്കാം. കേട്ടോ? ഒരു എസ്റ്ററിനെ ആൽഡിഹൈഡ് ആക്കാൻ വേണ്ടി. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ CH3CH2 COO3 കണ്ടില്ലേ? ഇതാണ് ഡൈബാൾ എച്ച് ഉപയോഗിക്കുന്നെങ്കിൽ ഈ എസ്റ്ററിൽ CH3CH2 CO ഉണ്ട്. നിങ്ങൾ ഇതാ CH3CH2 C ഡബിൾ ബോണ്ടോ OCH3 അല്ലേ? ഇത് ഇവിടെ വെച്ച് കട്ടാക്കുക. ഇവിടെ H കൊടുക്കുക. അപ്പോൾ ഇതെന്തായി മാറും? ഇത് CH3CH2 CHO ആവും, ഇത് CH3OH ആവും. അപ്പോൾ പ്രോഡക്റ്റ് പറഞ്ഞേ CH3CH2 CHO പ്ലസ് C3OH. മനസ്സിലായോ? അപ്പോൾ എസ്റ്ററിന് ആൽഡിഹൈഡ് ആക്കാനും ഡൈബാൾ എച്ച് ഉപയോഗിക്കാമെന്ന് അർത്ഥം. പഠിച്ചോ? ഓക്കെ. ഇനി അടുത്ത് പ്രിപ്പറേഷൻ ആൽഡിഹൈഡ് ചെയ്ത് ഇനി പ്രിപ്പറേഷൻ ഓഫ് ബെൻസാൽഡിഹൈഡ് നൽകുക. പ്രിപ്പറേഷൻ ഓഫ് ബെൻസാൽഡിഹൈഡ് ഇതല്ലോ. ബെൻസാൽഡിഹൈഡ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി 2 റിയാക്ഷനാണ് ഉപയോഗിക്കുന്നത്. അതിൽ ഒരെണ്ണം പേരുള്ള റിയാക്ഷനാണ് ഇറ്റാഡ്സ് റിയാക്ഷൻ എന്ന് പറയും. ETARD'(S) ഇറ്റാഡ്സ് റിയാക്ഷൻ. ഇത് ഞാൻ മുഴുവനായിട്ട് പറഞ്ഞുതരാം. പക്ഷേ അതിൻ്റെ പിന്നെ മെയിനായിട്ടുള്ള റിയാക്ഷൻ മാത്രം, ഇക്വേഷൻ മാത്രം എഴുതാൻ പഠിച്ചാൽ മതി. ബെൻസീൻ റിംഗ് CH3 ആണ് ടോൾവീൻ C3 ടോൾവീൻ. ഇത് CrO2Cl2 ആയിട്ട് റിയാക്ട് ചെയ്യുന്നു. CrO2Cl2
ഞാൻ പറയുമ്പോൾ തന്നെ എഴുതുന്നത് നല്ലതാണ്. ഞാൻ വേർഡ്സിൽ വേറെ എഴുതരാം. ബെൻസീൻ റിംഗ് CH3 ആണ് ടോൾവീൻ. CrO2Cl2 എന്ന് പറഞ്ഞാൽ ക്രോമൈൽ ക്ലോറൈഡ് ആണ്. ഇതാണ് ക്രോമൈൽ ക്ലോറൈഡ്. റിയാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക വെച്ചാൽ ബെൻസീൻ റിംഗ് CH3 ഉള്ളത് ആ CH3യിൽ ഒരു എച്ച് ആദ്യം ചെയ്യുക. ആ ഒരു എച്ച് ഇല്ലേ, ഇന്ന് ഒരു എച്ച് പോയി CH2 നോക്കി, ആ എച്ച് ഈ CrO2 ആ O2 ഓരോ OH ആക്കും, ഓരോന്നാക്കും OH. പിന്നെ ഒരു O ബാക്കി ഉണ്ടാവുമല്ലോ, ആ O ഇവിടെ കണക്ട് ചെയ്യും. മനസ്സിലായോ? പിന്നെ ബാക്കി CrO എന്നുള്ളത് OH ആയില്ലേ, പിന്നെ Cl2. മനസ്സിലായോ? അതായത് ഓരോ ഓക്സിജൻ അടരുള്ളേ, അതിൽ ഓരോ ഓക്സിജൻ OH ആവും. അപ്പോൾ ആ OH ഇത്. പിന്നെ ഓരോ ഓക്സിജൻ ബാക്കിയില്ലേ, ആ ഓക്സിജൻ ഈ CH2 ആയി കണക്ട് ചെയ്യും. പിന്നെ അടുത്ത ഒരു മോളിക്കൂൾ കൂടെ റിയാക്ട് ചെയ്യും. അപ്പോൾ CH2 എന്നുള്ളത് CH ആവും. ഇതേപോലെ അടുത്ത CrO2Cl2 റിയാക്ട് ചെയ്യുമ്പോൾ ട്വൈസ് ആവും. അപ്പോൾ ബെൻസീൻ റിംഗ് CHO/CrOH/Cl2 ട്വൈസ് ആവും. എന്താ പറയുക ബെൻസീൻ റിംഗ് CHO/CrOH/Cl2 ട്വൈസ്. കണ്ടില്ലേ? ഇത് കിട്ടും. അപ്പോൾ ടോൾവീൻ CrO2Cl2 റിയാക്ട് ചെയ്യുമ്പം ഈ കോമ്പൗണ്ടായി മാറും. മനസ്സിലായോ? ക്ലിയർ ആയില്ലേ? അപ്പോൾ നമ്മൾ പിന്നെ എന്താ പറയുക, ഒരു ക്രോമിയം കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ മതി. എന്താ പറയുക, ഒരു ക്രോമിയം കോംപ്ലക്സ്. ആ ക്രോമിയം കോംപ്ലക്സ് ഹൈഡ്രോളൈസ് ചെയ്യുമ്പോൾ H2/H+. ഹൈഡ്രോളൈസ് ചെയ്യുമ്പോൾ ഇതാ ഈ CrO/CrOH/Cl2 നിങ്ങൾ അത് രണ്ടെണ്ണം ഇല്ലേ, ഇതാ ഞാൻ ഇവിടെ കാണിച്ചു തരാം. OCrOH/Cl2 ഇതെന്ത് ചെയ്യുന്നറിയോ, ഇത് കട്ടാവും. എന്നിട്ട് എന്ത് ചെയ്യും, വാട്ടറിലത്തെ ഇതാ H ഇവിടെ വരും, ഇവിടെ OH വരും, ഇവിടെ H വരും, ഇവിടെയോ OH വരും. അപ്പോൾ അത് ആ ക്രോമിയം പാർട്ട് അങ്ങോട്ട് പോയിക്കോട്ടെ. ഇപ്പോൾ CHOH ട്വൈസ് ആയില്ലേ, CHOH ട്വൈസ്. അപ്പോൾ ഇവിടെ CHOH ട്വൈസ് ആവും. ബെൻസീൻ റിംഗ് CHOH ട്വൈസ്. ഒന്നിലധികം OH വന്ന വാട്ടർ റിമൂവ് ചെയ്യില്ലേ, അപ്പോൾ നമുക്ക് എന്താ കിട്ടുക, ബെൻസീൻ റിംഗ് CHO. ക്ലിയർ ആയോ? അപ്പോൾ നിങ്ങൾ ഇത്രയും ഞാൻ എഴുതുന്നു, ഒന്നുകൂടെ റിവേഴ്സ് ചെയ്തിട്ട് കണ്ടു നോക്കുക. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ബെൻസീൻ റിംഗ് CH3 അല്ലേ ടോൾവീൻ, നിങ്ങൾ ഇത്ര എഴുതണ്ടു. ഏറോ മാർക്കിൻ്റെ മുകളിൽ 1 CrO2Cl2, 2 H2/H+ ഹൈഡ്രോളിസ്. നിങ്ങൾക്ക് എന്ത് പ്രോഡക്റ്റ് ചെയ്താൽ ബെൻസീൻ റിംഗ് CHO കിട്ടിയോ? ബെൻസീൻ റിംഗ് CHO. ഇതാണ് ബെൻസാൽഡിഹൈഡിൻ്റെ പ്രിപ്പറേഷൻ്റെ ഒരു റിയാക്ഷൻ. ഈ റിയാക്ഷൻ നമ്മൾ ഇറ്റാർഡ്സ് റിയാക്ഷൻ എന്ന് വിളിക്കും. ETARD_S ഇറ്റാർഡ്സ് റിയാക്ഷൻ. അപ്പോൾ ഇനി ഞാൻ ഇറ്റാർഡ്സ് റിയാക്ഷൻ പിന്നെ ശരിക്കും എഴുതേണ്ട മെത്തേഡ് പറഞ്ഞുതരാം. എഴുതിക്കോ. ഇറ്റാർഡ്സ് റിയാക്ഷൻ when toluene is treated with chromyl chloride, CHROMYL, chromyl chloride, a chromium complex is formed. A chromium complex is formed. Which on hydrolysis gives benzaldehyde. This reaction is called Itard's reaction. This reaction is called Itard's reaction. എഴുതിയല്ലോ. എന്നൊരു ഇക്വേഷൻ ഇതാ. ബെൻസീൻ റിംഗ് CH3 ഏറോ മാർക്കിൻ്റെ മുകളിൽ 1 CrO2Cl2, 2 H2O/H+, gives നേരെ എഴുതുക ബെൻസീൻ റിംഗ് CHO. ബെൻസീൻ റിംഗ് CHO എന്ന് പറഞ്ഞാൽ ബെൻസാൽഡിഹൈഡ്. ഓക്കെ. അടുത്തൊരു റിയാക്ഷൻ കൂടി ബെൻസാൽഡിഹൈഡ് ആക്കുന്ന റിയാക്ഷൻ ഉണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒരു അപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ ആയിരിക്കും. ഹൗ വിൽ യു കൺവേർട്ട് ടോൾവീൻ ടു ബെൻസാൽഡിഹൈഡ്? നേരെ ഇക്വേഷൻ എഴുതി കേട്ടോ. അത് ഓരോന്നായിട്ട് എഴുതി വെക്കണേ ഞാൻ പറയുന്ന സമയത്ത്. ഹൗ വിൽ യു കൺവേർട്ട് ടോൾവീൻ ടു ബെൻസാൽഡിഹൈഡ്? നെക്സ്റ്റ് അടുത്ത് നോക്കുക. എഗെയിൻ ബെൻസീൻ റിംഗ് CH3. എന്താ ബെൻസീൻ റിംഗ് CH3? ടോൾവീൻ അല്ലേ. ഇത് നമ്മൾ ആദ്യം CrO3 ഉപയോഗിച്ച് ഓക്സിഡൈസ് ചെയ്യും. CrO3 ഉപയോഗിച്ച് ഓക്സിഡൈസ് ചെയ്യുമ്പം അത് ആദ്യം ബെൻസാൽഡിഹൈഡായിട്ട് മാറും. ബെൻസീൻ റിംഗ് CHO ബെൻസാൽഡിഹൈഡായി മാറും. പക്ഷേ ബെൻസാൽഡിഹൈഡ് ബെൻസോയിക് ആസിഡായി മാറാനുള്ള ചാൻസ് ഉണ്ട്.
അതുകൊണ്ട് ഈ റിയാക്ഷനിൽ നമ്മൾ അസറ്റിക് എൻഹൈഡ്രൈഡ് ഉപയോഗിക്കും. ഏത് ഫസ്റ്റ് തന്നെ അസറ്റിക് എൻഹൈഡ്രൈഡ് ഇതല്ലേ അസറ്റിക് എൻഹൈഡ്രൈഡ് C3CO ടൈസോ. ആ അസറ്റിക് എൻഹൈഡ്രൈഡ് ഈ ബെൻസാൽഡിഹൈഡായി മാറിയ സാധനം ബെൻസോയിക് ആസിഡായി മാറുന്നതിന് മുമ്പേ തന്നെ ട്രാപ്ഡ് ആവും. എങ്ങനെ ട്രാപ്ഡ് ആവുമെന്നറിയോ? ഇതല്ലേ ബെൻസീൻ റിംഗ് CH ഡബിൾ ബോണ്ടോ. ഞാൻ പറയുന്ന സമയത്ത് എഴുതി വെച്ചാൽ നല്ലത്. നമുക്കതിൻ്റെ എസെൻസ് മാത്രമേ ആവശ്യമുള്ളൂ. CO ഉണ്ടോ? C3CO ഇത് ഈ ഡെൽറ്റ പ്ലസ് ഇത് ഡെൽറ്റ മൈനസ് അല്ലേ. അത് ബ്രേക്ക് ചെയ്തിട്ട് ഇത് പ്ലസ്സും ഇത് മൈനസും ആവും. O മൈനസ് ആവും, CH പ്ലസ് ആവും. എന്നിട്ട് ഇത് കട്ടായിട്ട് ഇത് പ്ലസ് ആവും, ഇത് മൈനസ് ആവും. അപ്പോൾ നോക്കിയേ, ഇവിടെ നോക്കുക, ഈ ഡെൽറ്റ മൈനസ് ഒക്കെ പോയി, ഇത് പ്ലസ് ഇത് മൈനസ് ആയില്ല, CH പ്ലസ് O മൈനസ് ആയി. ഈ CH പ്ലസ്സിലേക്ക് ഏത് വരും? OCO3. അപ്പോൾ CH പ്ലസ്സിലേക്ക് എന്ത് വരും? OCO3. ഈ O മൈനസിലേക്കോ? COCO3. അപ്പോൾ O മൈനസിലേക്ക് COCO3 വന്നാൽ അതും OCO3 ആവൂലേ? അപ്പോൾ ബെൻസീൻ റിംഗ് CH കഴിഞ്ഞാൽ OCO3 എത്ര എണ്ണം വരും? 2 എണ്ണം. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? ബെൻസീൻ റിംഗ് CH OCO3 ട്വൈസ്. OCO3 ട്വൈസ്. ഇതിന് നമ്മൾ എന്താ പറയുക? ഒരു ഡൈ അസറ്റേറ്റ് എന്ന് പറയും കേട്ടോ. ബെൻസാൾ ഡൈ അസറ്റേറ്റ് കേട്ടോ. ബെൻസാൾ അല്ലെങ്കിൽ ബെൻസാൾ അസറ്റേറ്റ് എന്ന് പറഞ്ഞാൽ മതി. ബെൻസാൾ എന്ന് പറയുമ്പോൾ ബെൻസീൻ റിംഗ് CH ആണ്. ബെൻസാൾ അസറ്റേറ്റ് കേട്ടോ. ഓക്കെ. എന്നിട്ട് ഇത് പിന്നെ ഡൈ അസറ്റേറ്റ് പറയാൻ കാരണം OCO3 രണ്ടെണ്ണം ഇല്ലേ. ഇനി എന്ത് ചെയ്യും? ഇത് ഹൈഡ്രോളൈസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഇതാ ഈ നമുക്കിപ്പോൾ കിട്ടിയത് ഏതാണ്? ഇവിടെ കാട്ടിത്തരാം. ബെൻസീൻ റിംഗ് CH OCO3 അതേപോലെ OCO3 അതിൽ ഇതിന് നമ്മൾ വേണമെങ്കിൽ ഒരു ജെം ഡൈ അസറ്റേറ്റ് എന്നാണ് പറയല്. ജെം ഡൈ അസറ്റേറ്റ് ഈസ് ഫോംഡ് പറഞ്ഞാൽ മതി. ജെം എന്ന് പറഞ്ഞാൽ ഒരേ കാർബണില്ലേ OCO3 അസറ്റേറ്റ്, അങ്ങനെ പറഞ്ഞാൽ ജെം ഡൈ അസറ്റേറ്റ് കേട്ടോ. അപ്പോൾ ബെൻസീൻ റിംഗ് CH OCO3 ഇത് ഹൈഡ്രോളൈസ് ചെയ്യുമ്പോൾ ഇവിടെ വെച്ച് ബ്രേക്ക് ആവും. ഇതിൽ H ഇവിടെ വരും, വാട്ടറത്ത് OH ഇവിടെ വരും. മനസ്സിലായോ? ഇവിടെ H വരും, ഇവിടെയോ OH വരും. അപ്പോൾ ഇതെന്തായി മാറി? ബെൻസീൻ റിംഗ് CHOH ട്വൈസ് ആയില്ലേ. എന്താ കിട്ടുക പറയുക? ബെൻസീൻ റിംഗ് CHOH ട്വൈസ്. ബെൻസീൻ റിംഗ് CHOH ട്വൈസ്. ക്ലിയർ ആയോ? ഇനി അത് വാട്ടർ റിമൂവ് ചെയ്ത് എന്തായി മാറും? ബെൻസാൽഡിഹൈഡ്. ബെൻസീൻ റിംഗ് CHO കിട്ടിയോ? ഇത്രയും സ്റ്റെപ്പ് ഇവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാനത് ഷോർട്ട് ഫോമിൽ ചെയ്താൽ ബെൻസീൻ റിംഗ് എന്താ ഇവിടെ CH3. എറോ മാർക്കിൻ്റെ മുകളിൽ പറ എന്താ? 1 CrO3, 2 CH3CO ട്വൈസോ. കണ്ടില്ലേ? രണ്ടും ഒരുമിച്ച് എഴുതിയാൽ മതി. C3CO ട്വൈസോ പറഞ്ഞാൽ എന്താ അസറ്റിക് എൻഹൈഡ്രൈഡ്. അപ്പോൾ നിങ്ങൾക്ക് എന്താ കിട്ടുക? ജെം ഡൈ അസറ്റേറ്റ് കിട്ടും. ബെൻസീൻ റിംഗ് CH OCO3 ട്വൈസ്. OCO3 ട്വൈസ് കിട്ടില്ലേ? ജെം ഡൈ അസറ്റേറ്റ്. ഇനി അത് എന്ത് ചെയ്യുമ്പോൾ ഹൈഡ്രോളൈസ് ചെയ്യുമ്പോൾ H2O+H+. നേരെ നിങ്ങൾ ബെൻസീൻ റിംഗ് CH എന്താ എഴുതിയാൽ മതി? പറ ബെൻസീൻ റിംഗ് CHO എന്ന് എഴുതിയാൽ മതി കേട്ടോ. ഇതാണ് റിയാക്ഷൻ. മനസ്സിലായോ? അപ്പോൾ ഐഡിയ ക്ലിയർ ആയോ? ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏതാണ്ട് ഇത് എങ്ങനെ എക്സ്പ്ലനേഷൻ ബാക്കി ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എല്ലാവരും അടുത്തത് എഴുതിക്കോ. വെൻ ടോൾവിൻ is treated with CrO3 in the presence of acetic anhydride, a gem diacetate is formed. A gem diacetate is formed. Which on hydrolysis gives benzaldehyde. A gem diacetate is formed which on hydrolysis gives benzaldehyde. അതില്ലേ? അതിന് വേറെ പ്രത്യേകിച്ച് പേരില്ല. അപ്പോൾ നിങ്ങൾ ഇക്വേഷൻ ഇങ്ങനെ എഴുതിയാൽ മതി. ഏറ്റവും ഷോർട്ട് ഫോമിൽ ഇങ്ങനെ എഴുതിയാൽ ബെൻസീൻ റിംഗ് എന്ത് എഴുതുക? CH3. എയറോ മാർക്കിൻ്റെ മുകളിൽ 1 എന്ത് എഴുതുക? CrO3 പ്ലസ് CH3CO ട്വൈസോ കിട്ടില്ലേ? 2 H2O+H+ അല്ലെങ്കിൽ H3O+. പോരെ? നേരെ പ്രോഡക്റ്റ് എഴുതുക ബെൻസീൻ റിംഗ് CHO. ആ ജെം ഡൈ അസറ്റേറ്റൊക്കെ നേരത്തെ ഞാൻ എഴുതി വെച്ചാൽ മതി. ഇത് പഠിച്ചാൽ മതി കേട്ടോ. ഓക്കെ. അടുത്തത് പ്രിപ്പറേഷൻ ഓഫ് കീറ്റോൺസ് എഴുതുക. കീറ്റോൺസിൽ
ഞാൻ ആദ്യം ഒരു ഐഡിയ പറഞ്ഞ് ശ്രദ്ധിക്കുക. RMgx എന്താണ്? RMgx ഗ്രിഗ്നാർഡ് റിയൻറ്റ്. RMgx എന്ന ഗ്രിഗ്നാർഡ് റിയൻറ്റ് അല്ലേ? ഇത് കാഡ്മിയം ഏത് ക്ലോറൈഡുമായിട്ട് റിയാക്ട് ചെയ്യും. കാഡ്മിയം ക്ലോറൈഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഇത് 2 RMgx വേണം. അപ്പോൾ ഈ 2 Cl-ഉം MgXും കൂടെ MgXCl MgX ഇവിടെ MgX അല്ലേ? അപ്പോൾ 2 MgXCl കിട്ടും. ഓക്കെ. പിന്നെ കാഡ്മിയത്തിൻ്റെ കൂടെ 2 ആൽക്കൈൽ ഗ്രൂപ്പ് വരും. ഇതിനെ CdR2 അല്ലെങ്കിൽ R2CD എന്ന് എഴുതും. അതിന് ഡൈ ആൽക്കൈൽ കാഡ്മിയം R2CD ഡൈ ആൽക്കൈൽ കാഡ്മിയം പഠിച്ചല്ലോ. ഡൈ ആൽക്കൈൽ കാഡ്മിയം എന്നാ പറയല്. ആ ഡൈ ആൽക്കൈൽ കാഡ്മിയമാണ് നമുക്ക് ഏത് അടുത്ത റിയാക്ഷനിൽ വേണ്ടുന്നത് കേട്ടോ. അപ്പോൾ ഡൈ ആൽക്കൈൽ കാഡ്മിയം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? ഒരു ഗ്രിഗ്നാർഡ് റിയൻറ്റ് കാഡ്മിയം ക്ലോറൈഡുമായിട്ട് റിയാക്ട് ചെയ്തിട്ടാണ് ഏത് ഉണ്ടാക്കുന്നത്? ഡൈ ആൽക്കൈൽ കാഡ്മിയം ഉണ്ടാക്കുന്നത്. അതൊന്ന് ഓർമ്മിച്ച് നോക്കണേ. ഗ്രിഗ്നാർഡ് റിയൻറ്റ് കാഡ്മിയം ക്ലോറൈഡുമായിട്ട് റിയാക്ട് ചെയ്തിട്ടാണ് ഏത് ഉണ്ടാക്കുന്നത്? ഡൈ ആൽക്കൈൽ കാഡ്മിയം. ഓക്കെ. ഇനി നമുക്ക് പ്രിപ്പറേഷന് വേണ്ടി ഇതാണ് RCOCl ഏതാ? ആസിഡ് ക്ലോറൈഡ്. ഡൈ ആൽക്കൈൽ കാഡ്മിയം ഇപ്പോൾ നമ്മൾ എഴുതിയിട്ടില്ലേ? R2CD ഡൈ ആൽക്കൈൽ കാഡ്മിയം. റിയാക്ഷൻ നടക്കുക. ഇത് 2 RCOCl വരിക്കുക. 2 RCOCl, ഒരു RCOCl ഒരു Cl, 2 RCOCl 2 Cl. ഈ 2 Cl-ഉം കാഡ്മിയം കൂടെ CdCl2 ആവും. എന്തായി മാറും പറ? CdCl2. ഇനി എന്താ ഉണ്ടാവുക അറിയൂടാ? RCOL ഇവിടെ ഒരു R വരും. അങ്ങനെ എത്ര? 2 RCOൻ്റെ കൂടെ 2 R കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ 2 RCOR കിട്ടും. എന്താ RCOR? കീറ്റോൺ. RCOR എന്താ? കീറ്റോൺ. പഠിച്ചോ? അപ്പോൾ എഴുതിക്കോ. when an acid chloride is treated with dialkyl cadmium, when an acid chloride is treated with dialkyl cadmium, a ketone is formed. എഴുതിയോ? ഇക്വേഷൻ എഴുതിക്കോ. 2 RCOCl plus R2CD gives 2 RCOCl plus R2CD gives 2 RCOCl plus R2CD gives 2 RCOR plus CdCl2. 2 RCOR plus CdCl2. ക്ലിയർ ആയില്ലേ? ഇനി അത് കീറ്റോൺ ആണ്. എക്സാമ്പിൾ എഴുതിക്കോ. എക്സാമ്പിൾ ഞാൻ പറയുന്ന സമയത്ത് തന്നെ എഴുതാം. CH3COCl എന്ന് പറഞ്ഞാൽ എന്താണ്? കുറേ പ്രാവശ്യമായി പറയുന്നത് എത്തനോയിൽ ക്ലോറൈഡ് അല്ലെങ്കിൽ അസറ്റൈൽ ക്ലോറൈഡ്. താഴെ എഴുതണം. എത്തനോയിൽ ക്ലോറൈഡ് അല്ലെങ്കിൽ അസറ്റൈൽ ക്ലോറൈഡ് പ്ലസ് CH3 twice CD. അത് താഴെ എഴുതണം. ഡൈമീഥൈൽ കാഡ്മിയം എഴുതിയോ? ഡൈമീഥൈൽ കാഡ്മിയം ഗീവ്സ്. ഇനി ഒന്നും പണിയില്ല. ഈ CL വേറെ ഈ CH3 കൊടുത്താൽ പോരെ. അപ്പോൾ ഉത്തരം പറഞ്ഞ CH3CO. ഇനി ബാലൻസ് ചെയ്യണമെങ്കിൽ ഇത് 2 എഴുതുക. ബാലൻസ് ചെയ്യേണ്ട ആവശ്യം ഓർഗാനിക് കെമിസ്ട്രിയിൽ ഇല്ല കേട്ടോ. പ്ലസ് CdCl2. ഓക്കെ, ക്ലിയർ ആയോ? അപ്പോൾ അസറ്റോൺ അല്ലെങ്കിൽ പ്രൊപ്പനോൺ കിട്ടി. അതായത് വെൻ അസറ്റൈൽ ക്ലോറൈഡ് ഈസ് ട്രീറ്റഡ് വിത്ത് വേണമെങ്കിൽ എഴുതിക്കോ. വെൻ അസറ്റൈൽ ക്ലോറൈഡ് ഈസ് ട്രീറ്റഡ് വിത്ത് ഡൈമീഥൈൽ കാഡ്മിയം. When acetyl chloride is treated with dimethyl cadmium. When acetyl chloride is treated with dimethyl cadmium. Acetone bracket propanone. Propanone is formed. എഴുതിയോ? ഏത് എക്സാമ്പിൾ വേണം നിങ്ങൾക്ക് ഉണ്ടാക്കി എഴുതാം. നോക്കി അടുത്ത് C6H5COCl. എന്താ C6H5COCl? ബെൻസോയിൽ ക്ലോറൈഡ്. അതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് എഴുതാം? ഓർ പറയും. ഇവിടെ ഞാൻ എഴുതാം. ബെൻസോയിൽ ക്ലോറൈഡ് നിങ്ങൾ എഴുതണം ബെൻസീൻ റിംഗ് COCl ഇങ്ങനെ എഴുതാം കേട്ടോ. ഇത് ഏതുമായി റിയാക്ട് ചെയ്യുന്നു? ഡൈമീഥൈൽ കാഡ്മിയം തന്നെ ആയിക്കോട്ടെ. ഡൈമീഥൈൽ കാഡ്മിയം റിയാക്ട് ചെയ്യുമ്പോൾ എന്താ പ്രോഡക്റ്റ് കിട്ടുക? പറയും. C6H5 പറഞ്ഞോളൂ. COCH3 ബാലൻസ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് നിങ്ങൾ പറഞ്ഞിട്ടില്ലേ? COCH3 ബാലൻസ് ചെയ്യണമെങ്കിൽ ഇത് 2 എഴുതണം. അത്രേ വേണ്ടു. പറയും 2 C6H5COCH3 പ്ലസ് CdCl2. പഠിച്ചോ? ഇതിൻ്റെ പേര് പല പ്രാവശ്യം പറഞ്ഞാണ് അസറ്റോഫീനോൺ അല്ലേ? അസറ്റോഫീനോണിനെ വേണമെങ്കിൽ C6H5 പകരം ബെൻസീൻ റിംഗ് എഴുതിയാൽ ബെൻസീൻ റിംഗ് COCH3 എന്ന് എഴുതാം. ബെൻസീൻ റിംഗ് COCH3 വേർഡ്സിൽ വേണമെങ്കിൽ എഴുതിക്കോ. വെൻ ബെൻസോയിൽ ക്ലോറൈഡ് ഈസ്
when benzoyl chloride is treated with dimethyl cadmium, when benzoyl chloride is treated with dimethyl cadmium, benzoyl chloride is treated with dimethyl cadmium, acetophenone is formed. Acetophenone, ACETO PHENONE, acetophenone is formed. Equation എഴുതിയില്ലേ?